ബി.ജെ.പി വൻ പൊട്ടിത്തെറി. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറ്റ ദയനീയ തോൽവിയും സംസ്ഥാനത്തെ കാവിപ്പടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വാര്യറിനു പുറമെ മറ്റൊരു മുതിർന്ന ബി.ജെ.പി നേതാവും മുഹമ്മദ് ഖാ ദുഖാനിലേക്ക് ചുവടുമാറുന്നു എന്നുള്ള പ്രചരണവും വരും ദിവസങ്ങളിൽ കേരള ബി.ജെ.പി തകർച്ചയിലേക്ക് നയിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. ആരായിരിക്കും ഈ മുതിർന്ന നേതാവ്? കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയമാണിത്. ഇത്തരമൊരു നീക്കം കേരള ഘടകം തന്നെ കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിനു ശേഷം ചേർന്ന നേതൃയോഗത്തിൽ നിന്ന് പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണനും വിട്ടുനിന്ന സാഹചര്യവും കേന്ദ്ര നേതൃത്വം നിരീക്ഷിച്ചു വരികയാണ്. കേരളത്തിൽ ബി.ജെ.പിയിൽ പടലപ്പിണക്കങ്ങൾ ദൂരവ്യാപകമായ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുമെന്ന് നദ്ദയും കൂട്ടരും ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കേരള നേതാക്കൾ ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് കേന്ദ്രത്തിന് ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സംഘടനാ തെരഞ്ഞെടുപ്പും സംബന്ധിച്ച ചർച്ചകൾക്കുമായി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ സിംഗത്തിന് ഇതിനോടകം നിയോഗിച്ചിട്ടുമുണ്ട്. പ്രശ്നപരിഹാരത്തിന് സജീവമായ ഇടപെടൽ നടത്തുകയാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായി നേരിട്ട് കേരളത്തിലേക്ക് അയക്കുന്നതിലൂടെ ബി.ജെ.പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. എന്നാൽ അതേസമയം കൊടകര കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോടതി വിധി ചുങ്കത്തിന്റെ നിയമനം വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഒരു പ്രശ്നം പരിഹരിച്ചു പോകാം എന്ന മോഹം തരുൺ ചുങ്കത്തിന് സാധിക്കില്ല എന്നുറപ്പ്. കെ സുരേന്ദ്രൻ ജയ്ക്ക് ഇപ്പോൾ വിവാദങ്ങൾ കാരണം നിന്ന് തിരിയാൻ നേരമില്ല. അതിനിടയിൽ വരുന്നു കടുത്ത RSS അനുഭാവിയും പാർട്ടിയെ ജീവശ്വാസം പോലെ കണ്ടിരുന്ന സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റവും പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധയുള്ള ഒരാൾ രാഷ്ട്രീയമായി അനാഥമാവില്ല, ഇതുറപ്പാണ്. പോരാത്തതിന് പാർട്ടിയിൽ താൻ കടുത്ത അവഗണനയായിരുന്നു നേരിട്ടതെന്നും പാർട്ടി അധ്യക്ഷനിൽ നിന്നും ആജ്ഞാപിക്കുന്നതും അവഗണിക്കുന്നതുമായ സമീപനമായിരുന്നു നേരിട്ടതെന്നുള്ള വെളിപ്പെടുത്തലും വന്നു. അപ്പോഴേക്കും വോട്ടെടുപ്പ് വന്നു സുരേന്ദ്രൻ നിർത്തിയ സി കൃഷ്ണകുമാർ തോറ്റുപോവുകയും ചെയ്തു. അതോടെ പാർട്ടിയിലെ രണ്ട് ചേരിയിലായിരുന്നവർ സ്വന്തം മുഖം വെളിപ്പെടുത്തി തുടങ്ങി. സുരേന്ദ്രൻ നേരെ തിരിഞ്ഞു. ശോഭയെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു ഒരു കൂട്ടം, എന്നാൽ അതിനുറപ്പില്ലെന്ന് മറ്റൊരു കൂട്ടരും. അതോടെ സുരേന്ദ്രൻ ജി രാജിക്കത്തെടുത്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കേന്ദ്രത്തിൽ നിന്ന് വിളിവന്നു, രാജി വേണ്ട. കേരളത്തിലെ ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ ചുമതലയിൽ തുടരട്ടെ എന്ന് നിലപാട് കേന്ദ്രം സ്വീകരിച്ചതായാണ് വിവരം. RSSൽ നിന്ന് സുരേന്ദ്രനെതിരെ അഭിപ്രായമില്ല എന്നതും അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന തീരുമാനത്തിന് പിന്നിലുണ്ട്. പാലക്കാട് തോൽവി അംഗീകരിച്ചു സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് നേതൃത്വം അംഗീകരിച്ചു. വിമതസ്വരം ഉയർത്തിയവർക്ക് ഇതോടെ മൗനം പാലിക്കേണ്ട സ്ഥിതിയായി. രാജിവേണ്ടെന്ന് കേട്ടപ്പോൾ വിവാദങ്ങൾ ഒതുങ്ങി. ഇനി അല്പം വിശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വരുന്നു കുഴൽപ്പണക്കേസ്. കുഴൽപ്പണക്കേസാണ് പുതിയ വിവാദം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചു എന്നായിരുന്നു ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞത്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. പാർട്ടിയിൽ നിന്ന് വാര്യരും മുൻ വയനാട് പ്രസിഡന്റ് കെ.പി. മധുവും പോയതിനു പുറമെ കൊഴിഞ്ഞപോക്ക് തുടർന്നാൽ വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ അച്യുതന്റെ മാത്രമല്ല ബി.ജെ.പിക്കും ഇത് വലിയ തിരിച്ചടിയാകും. വരുന്ന ദിവസങ്ങൾ കേരള ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.